കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയാകുന്ന ദൈവത്തിന് നന്ദി പറയാം. നാൾതോറും ഒരു ദിവസം മാത്രം ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കാമെന്ന് കർത്താവ് പറഞ്ഞില്ല. ഡെയിലി ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കാം. അതുകൊണ്ടാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വേറെ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, വേദന വരുമ്പോൾ, ബലഹീനത വരുമ്പോൾ, തളർച്ച വരുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, അവിടെ ചൂട് അസഹ്യമാകുമ്പോൾ തണുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് പറയുന്നു, ഞാൻ എല്ലാ നാളും നിങ്ങളുടെ ഭാരം ചുമക്കാം. ഇതിൻ്റെ അർത്ഥം നമ്മൾ ചുമന്നാൽ അത് പരിഹരിക്കാൻ പറ്റില്ല. ചുമന്നാൽ അതിന് പരിധിയുണ്ട് ചുമക്കുന്നതിന്, അല്ലേ? എത്ര നമുക്ക് ചുമക്കാൻ പറ്റും? പക്ഷേ ഇറക്കി വെക്കാൻ ഒരിടമുണ്ട്. ദൈവസന്നിധി മാത്രമേ ഉള്ളൂ. ഇറക്കി വെച്ചെങ്കിൽ നമ്മൾ ഫ്രീ ആകും. വീണ്ടും അതെടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. പത്രോസ്ലീഹ പറയുന്ന പ്രസ്താവന, അവിടുന്ന് നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ചിന്തിക്കുന്ന സകല വിഷയങ്ങളും ദൈവത്തിൻ്റെ മേലോട്ടങ്ങ് ഇടാൻ തയ്യാറായെങ്കിൽ പിന്നെ അടുത്ത ദിവസം അയ്യോ അതെന്താകും എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്നൂടെ ഇന്നു പകൽ വിളിച്ചു പറയാൻ നിയോഗമുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ സകല വിഷയങ്ങളും ദൈവം മുമ്പാകെ ഇടാൻ തയ്യാറാണ്. എൻ്റെ സകല ചിന്തകളും, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളുടെ, എൻ്റെ നാളെ നടക്കേണ്ട വിഷയങ്ങളെ, ഔദ്യോഗിക മേഖലകളെ, അലട്ടുന്ന സകലവും കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ ഞാൻ ഇടുകയാണ്. ഒരുറപ്പൂടുണ്ടാവണം. ഇട്ടാൽ അവിടുന്ന് പരിഹരിക്കും. ഇട്ടാൽ പൂർത്തീകരണം വരാത്ത വിഷയത്തിന്മേൽ പൂർത്തീകരണം വരുത്തുന്ന വിശ്വാസത്തിൻ്റെ നായകന ഞാൻ സേവിക്കുന്ന ദൈവം. ഇട്ടാൽ തുറക്കാത്തത് തുറക്കും, സൗഖ്യമാകാത്തത് എഴുന്നേറ്റ് നടക്കും, അടിപ്പിൻ്റെ ശക്തി വ്യാപരിക്കും. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ നമുക്ക് തിരിച്ചറിയാൻ ഇടയാകുന്ന ഒരാത്മമണ്ഡലം വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. എത്ര പേർ ധൈര്യത്തോടെ പറയാൻ ഇന്ന് പകൽ തയ്യാറാകും, ഇനിയും മുതൽ ഞാൻ എൻ്റെ ഭാരമെടുത്തുകൊണ്ട് നടക്കില്ല. കുറേ നാൾ ചുമന്നിട്ട് വല്ലതും പരിഹരിച്ചോ പ്രിയരെ? ഇന്ന് പകൽ അവിടത്തേക്ക് പറയാനുള്ളത്, ഇടാൻ തയ്യാറാകൂ. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ പ്രവർത്തിക്കും, ഞാൻ തുറക്കും, ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചു വരുത്തും, ആർക്കും അതിനെ തടയാൻ പറ്റില്ല. ഞാൻ സൃഷ്ടിക്കും, ആർക്കും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ധൈര്യത്തോടെ പറ, എൻ്റെ കർത്താവിന് കഴിയും, 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 കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് സുപരിതമാണല്ലോ. ദാനിയേൽ അകത്തു ചെന്ന രാജാവിനോട് തനിക്ക് സമയം തരണം എന്നും ഞാൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. ദാനിയേൽ രാജാവിനോട് ചെന്ന് സംസാരിക്കുക, എനിക്ക് സമയം വേണം. ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്.
രാജാവ് ഭ്രമിച്ച വ്യാകുലപ്പെട്ട വിഷയങ്ങളുടെ മേൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഭ്രമിച്ച വിഷയത്തിന്മേൽ അതിൻ്റെ അകത്ത് ഒരു വെല്ലുവിളിയായി എനിക്ക് സമയം വേണം എന്ന് പറഞ്ഞ് അതിന്മേൽ ദൈവപ്രവർത്തിക്കു വേണ്ടി കാത്തിരിക്കാൻ എത്ര പേർ ഇന്ന് പകൽ തയ്യാറുണ്ട്? നോക്കൂ, നെബൂഖദ്നേസർ രാജാവ് വാഴ്ചയുടെ 2-ാം ആണ്ടിൽ ഒരു സ്വപ്നം കാണുകയാണ്. അത് കണ്ടവൻ്റെ മനസ്സു വ്യാകുലപ്പെട്ടു, ഉറക്കമില്ലാതായി. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിക്കാൻ രാജാവ് കൽപ്പിച്ചു. അവർക്കാർക്കും അതിന് കഴിഞ്ഞില്ല കേട്ടോ. പക്ഷേ ഒരുവൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ, ദൈവഹിതപ്രകാരം മുൻപോട്ട് വന്ന ദാനിയേൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദാനിയേൽ, ഹോളി സ്പിരിറ്റിന്റെ പവർ അകത്തു വ്യാപരിച്ച മനുഷ്യൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. അകത്തോട്ട് സധൈര്യം കയറി ചെല്ലുക. ഇതാണ് ഒരു ദൈവ പൈതൽ. പലർക്കും മറഞ്ഞു കിടക്കുന്നത്, വെളിപ്പെടാത്തത്, രാജാവിൻ്റെ ഉറക്കം കെടുത്തുന്ന വിഷയം, രാജാവ് വ്യാകുലപ്പെട്ട വിഷയം, തന്നെ അസ്വസ്ഥമാക്കുന്ന വിഷയം. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് ഏറ്റെടുക്കാൻ ആർക്ക് ഇന്ന് പകൽ കഴിയും? താൻ അകത്തു ചെന്നിട്ട് ഈ വിവരം പറഞ്ഞിട്ട് അടങ്ങിയിരുന്നില്ല. റൂമിനകത്തേക്ക്, പ്രാർത്ഥനയുടെ മുറിയുടെ അകത്തേക്കും കയറി. ഈ പകൽ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടാത്തത്, ചിലരെ വ്യാകുലപ്പെടുത്തുന്ന വിഷയം, ചിലർക്ക് വെളിപ്പെടാത്തത്, അകത്തു ചെന്ന് സധൈര്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. മാത്രമല്ല പ്രിയരെ, നമ്മൾ ഇന്ന് പകലും ചെയ്യേണ്ടത് പ്രാർത്ഥനാ മുറിയുടെ അകത്തേക്ക് ചെന്ന് മുട്ടുമടക്കാൻ തയ്യാറായി ആ വെല്ലുവിളിയുടെ അർത്ഥങ്ങൾ, ചിലരുടെ ഭ്രമം തട്ടിച്ച വിഷയങ്ങളുടെ വ്യാഖ്യാനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് വിളിച്ചു പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ കരം, ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം, ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം, ദൈവിക പ്രവൃത്തിയുടെ വെളിപ്പാടുകൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇന്നു പകലിലും വെളിപ്പെടുത്തി തൻ്റെ ജനത്തെ ആദരിക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. നോക്കൂ, ആ ദാനിയേലിൻ്റെ ധൈര്യം അകത്തോട്ട് കയറിയിട്ട് പറയുക, ഐ ആം റെഡി, എനിക്ക് സമയം വേണം, എനിക്ക് സമയം തന്നാൽ ഇത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് വെളിപ്പെടും. അവർ അകത്തേക്ക് കയറുകയാണ്, പ്രാർത്ഥനയുടെ അകത്തേക്ക്, ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ദൈവത്തോട് പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ മൊത്തം വെല്ലുവിളി, പലരും പരാജയപ്പെട്ട വിഷയങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് ഞാൻ ഈ റൂമിനകത്തേക്ക് കയറിയത്. ഇത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് അവർ ഒരുമിച്ച് 4 പേർ പ്രാർത്ഥിക്കുകയാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അത് വെളിപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. കാരണം തൻ്റെ ജനത്തെ ആദരിക്കുന്ന ഒരു ദൈവം, അവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവം, ഏറ്റെടുത്ത വിഷയത്തെ പരിഹരിക്കാൻ കഴിവുള്ള ദാനിയേലിനറിയാം, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്താൽ എൻ്റെ ദൈവം അതിനെ സോൾവ് ചെയ്യാൻ, എൻ്റെ ദൈവം അതിന് പരിഹാരം കാണാൻ, എൻ്റെ ദൈവം ആ വിഷയത്തെ ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ദേശത്തൊരു വലിയ അടയാളമാക്കാൻ അവിടുത്തേക്ക് ഇന്നും കഴിയും. വിശ്വസിക്കാം. നീ ഏറ്റെടുത്ത വിഷയം നോർമൽ വിഷയമല്ല. എല്ലാവരും പരാജയപ്പെട്ട് തലകുനിക്കപ്പെട്ട വിഷയം. സധൈര്യം ഏറ്റെടുത്ത ദാനിയേലേ, നിന്റെ തലകുനിക്കപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇത് മനസ്സിലായോ? പലരും ഇട്ടേച്ചു പോയ വിഷയം, പലരും പരാജയപ്പെട്ട സ്ഥലം, പലരും ഇനി അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നിടത്ത് ഞാനത് ഏറ്റെടുക്കാം, എനിക്കത് കഴിയും എന്ന് പറഞ്ഞ് യോശുവയും കാലേബും വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തതുപോലെ
അല്ലേ? അനാക്യമല്ലന്മാരുണ്ട്, നമുക്കത് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പലരും പറഞ്ഞപ്പോൾ, ഇല്ല, നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൈവശമാക്കും എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി രണ്ടുപേര് മാത്രമാണ് മുൻപോട്ട് വന്നത്. ഭൂരിപക്ഷവും എതിരായ വാക്കുകൾ പറഞ്ഞ് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം പരാജയപ്പെട്ടെടുത്ത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന രണ്ടുപേരെ, 4 പേരെ ഒക്കെ ദൈവം യൂസ് ചെയ്യും. ഭക്തനായ ദാനിയേലിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് മുമ്പിൽ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനത്തെ എനിക്ക് ആദരിക്കാതിരിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ചിലത് വെളിപ്പെട്ടു വരും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ അസാധ്യങ്ങൾ സാധ്യമാകും. ദാനിയേൽ അകത്ത് ചെന്നു, സമയം തരണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനാമുറിയുടെ അകത്തേക്ക് കയറി, വിഷയം വെളിപ്പെട്ടു. രാജാവിൻ്റെ റൂമിൻ്റെ അകത്തേക്ക് വീണ്ടും ചെല്ലുക, രാജധാനിക്കകത്തേക്ക് വീണ്ടും ചെല്ലുക. ഇതാ വെളിപ്പെട്ട വിഷയമായി, സ്വപ്നത്തിൻ്റെ അർത്ഥവുമായി പലർ പരാജയപ്പെട്ടത് അത് എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മഹത്വം, സ്വർഗസ്ഥനായ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം കൂടെ നെബൂഖദ്നേസരോട് പറയുന്ന തലത്തിലേക്ക് നിൻ്റെ ദൈവത്തെ മറ്റുള്ളവർക്ക് അഡ്രസ്സ് ചെയ്യത്തക്ക രീതിയിൽ ചില വെളിപ്പാടുകൾ വിളിച്ചു പറയാൻ ദൈവത്തിന് സഹോദര സഹോദരി നിങ്ങളെ ഇന്ന് പകൽ ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ കുടുംബക്കാരുടെ നടുവിൽ, കൂട്ടുകാരുടെ നടുവിൽ, ചർച്ചക്കാരുടെ നടുവിൽ പലർക്കും മറഞ്ഞു കിടക്കുന്നത് അകത്തോട്ട് അത് പറ, ഞങ്ങൾക്കത് വെളിപ്പെടുത്തും. ഞങ്ങളത് പ്രാർത്ഥിച്ചാൽ സംഭവിക്കും, ഞങ്ങളത് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും, ഞങ്ങളത് പ്രാർത്ഥിച്ചാൽ തുറക്കും. ഞങ്ങൾക്ക് അല്പസമയം തരുമെന്ന് പറഞ്ഞ് മുട്ടുകുത്തു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്ന് പകൽ അത്ഭുതം ചെയ്യും. മുട്ടുകുത്തുന്നവന് വേണ്ടി സ്വർഗമിറങ്ങും. യേശുവിൻ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ അകത്തളങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാമീപ്യം ഞങ്ങളുടെ മധ്യം വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. അകത്തേക്ക് ചെന്ന ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അതിൻ്റെ വെളിപ്പാടുകൾ വിളിച്ചു പറയാൻ ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ യൂസ് ചെയ്യുന്നതിനായി സ്തോത്രം. പലരും പരാജയപ്പെട്ട വിഷയങ്ങൾ, പലതും പരാജയപ്പെട്ട സ്ഥലങ്ങൾ, പലരും പൂട്ടിപ്പോയിടത്ത് ഇന്ന് പകൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വലിയ പ്രവൃത്തി യേശുവിൻ നാമത്തിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തെങ്കിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയരെ, ധൈര്യത്തോടെ ചെന്ന് പറ, ഞങ്ങളെ കൊണ്ട് കഴിയും, ഞങ്ങൾ കീഴ്പ്പെടുത്തും, ഞങ്ങൾ കൈവശമാക്കും, ഞങ്ങൾ മൂവ് ചെയ്യും, ഞങ്ങൾ ജയിക്കും. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. പറയുവാൻ തയ്യാറാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.